അല്ല, കോൺഗ്രസിന് സ്വതവേ ഒരു ഭയക്കാലത്തുണ്ടായിട്ടുണ്ട്. അത് ഇപ്പോഴത്തെ പുതിയ ഖാർഗെയ്ക്ക് മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ട് അങ്ങനെ ഭയപ്പാടിൻ്റെ ആളുകളാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ പഴയകാല ചരിത്രം പരിശോധിച്ചറിയാം. നമ്മളിപ്പോൾ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്നു, ഇവിടെ ഗംഗയിൽ മുങ്ങിണ്ടി ദാരിദ്ര്യം മാറുമെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് വേറെ ഉത്തരവുണ്ട്. 1957 കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ പിരിച്ചുവിട്ടു. എന്താ പ്രശ്നം? കേരളത്തിൽ ഉടലെടുത്ത സമരങ്ങൾ തന്നെയായിരുന്നു കാരണം. ആ സമരത്തിൻ്റെ കാരണം എന്താ? കേരളത്തിൻ്റെ കൊടിയ ദാരിദ്ര്യമാണ്. അന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 800 ഗ്രാം അരിയാണ് കേരളത്തിൽ ഒരാൾക്ക് ഒരു മാസത്തേക്ക് കൊടുത്തിരുന്നത്. 800 ഗ്രാം അരി. അന്നൊരു സൗത്ത് സോൺ ഉണ്ടാക്കി. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഈ സോണുകൾ തമ്മിൽ അരികൾ കൈമാറാം, മറിച്ച് മറ്റു സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി പാടില്ല. അങ്ങനെ ആ സമയത്ത് കേരള സർക്കാരിനെ ഒന്ന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെയ്തത്, കേരളത്തിന് തരേണ്ട അരി എടുത്ത് ബംഗാളിനും അതേപോലെ തന്നെ മഹാരാഷ്ട്രയ്ക്കും കൈമാറുകയാണ്. ഫലമായിട്ട് കേരളത്തിൽ കടുത്ത ദാരിദ്ര്യമാണ്. അങ്ങനെയാണ് കേരളത്തിൽ സമരം ഉടലെടുക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അവരുടെ ഭരണകാലത്ത് അവർ സൃഷ്ടിച്ചിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൽ പട്ടിണി ഉണ്ടായത്. അങ്ങനെയാണ്. ആ സമയത്താണ് കേരളത്തിൽ മക്രോണി എന്ന് പറഞ്ഞ് സാധനം അരിക്ക് പകരം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. കേരളത്തിൽ ചോളം കൊടുത്തിരുന്നത് പോലീസ് സ്റ്റേഷനിൽ കൂടിയാണ് ഈ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത്. കോൺഗ്രസ്സുകാരന് അരി കൊടുക്കാത്ത കാരണം, കേന്ദ്ര സർക്കാർ കൊടുക്കാതിരുന്ന കാരണം, അങ്ങനെ കേരളത്തെ പട്ടിണിയുടെ ഇതിലേക്ക് താഴ്ത്തിയത് ഈ കോൺഗ്രസിൻ്റെ ഭരണകാലമാണ്.